പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. കന്യകയും രക്തസാക്ഷിയുമായ ഒരു വിശുദ്ധയെക്കുറിച്ചാണ് നാം ഇന്ന് ശ്രവിക്കുക. വിശുദ്ധ അഗാധ. അഗാധ ജനിക്കുന്നത് ഇറ്റലിയിലെ പലേർമോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അഗാധയുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് അതിനേക്കാൾ അപ്പുറം വളരെയേറെ പീഡനങ്ങൾ അനുഭവിച്ച് രക്തസാക്ഷിത്വം വരിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അഗാധ. അഗാധ തൻ്റെ 15ാമത്തെ വയസ്സിൽ തന്നെ കന്യാവ്രതം സ്വീകരിച്ചിരുന്നു. അതായത് തൻ്റെ ജീവിതം ഇനി വിവാഹമെന്ന കൂദാശയിലൂടെ അല്ല, അത് പൂർണ്ണമായും ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുന്നതായി കന്യകയായി തന്നെ ജീവിതകാലം മുഴുവൻ തീരുമാനമെടുത്തുകൊണ്ടുള്ള ഒരു വ്രതം, അതാണ് കന്യാവ്രതം എന്ന് പറയുന്നത്. അങ്ങനെ 15ാമത്തെ വയസ്സിൽ തന്നെ അവൾ കന്യാവ്രതം സ്വീകരിച്ചിരുന്നു. അഗാധയുടെ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സുന്ദരിയും ആർക്കും കണ്ടാൽ ആകർഷണം തോന്നുന്ന തരത്തിലുള്ള ശരീരപ്രകൃതിയുമായിരുന്നു അഗാധയുടേത്. അപ്പോൾ ഇതിനാൽ തന്നെ പലരും അഗാധയിലേക്ക് ആകൃഷ്ടരായി. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ക്വിൻറ്റീനിയാസ് എന്ന് പറയുന്നയാൾ. അപ്പോൾ ഇദ്ദേഹത്തിന് അഗാധയിൽ ആകർഷനായി അദ്ദേഹത്തിന് അഗാധയെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഉള്ള ഒരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജനിക്കുകയാണ്. പക്ഷേ അഗാധ ഒട്ടും അതിന് വഴങ്ങുന്നില്ല. കാര്യം അവൾ നല്ല രീതിയിൽ ക്രിസ്തീയ വിശ്വാസം ജീവിച്ചു പോകുന്ന ഒരു കുട്ടിയായിരുന്നു. അതോടൊപ്പം തന്നെ അവൾ കന്യാവ്രതം സ്വീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവൾ ഒട്ടും തന്നെ അയാളുടെ ആ ഒരു ആഗ്രഹത്തിന് വഴങ്ങിയില്ല. ഈ സമയത്ത് ആണ് അവിടെ റോമിലെ ഒരു സാഹചര്യമെന്ന് പറഞ്ഞാൽ ഈ 3-ാം നൂറ്റാണ്ടിൽ റോമിൽ വളരെയധികം മതപീഡനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ക്രിസ്ത്യാനികളെയൊക്കെ പീഡിപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത്. അന്ന് അഗാധ ജീവിച്ചിരുന്ന ഒരു സമയത്ത് അവിടെ ഡെസിയസ് ചക്രവർത്തി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അതായത് എല്ലാവരും, ആ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാവരും റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്നുള്ളത്. AD 250 ഇത് സംഭവിക്കുന്നത്. അഗാധയെ സംബന്ധിച്ചിടത്തോളം അവൾ വളരെ ആഴപ്പെട്ട സത്യദൈവ വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ യാതൊരു കാരണവശാലും തൻ്റെ ഒരു വിശ്വാസം ഉപേക്ഷിക്കാൻ, എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും അത് ഉപേക്ഷിക്കാൻ അവൾ ഒട്ടും തന്നെ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് വന്നപ്പോൾ പോലും അവൾ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഈ സമയത്താണ് നേരത്തെ അവളോട് വിവാഹ അഭ്യർത്ഥന നടത്തിയ ആ വ്യക്തിക്ക്, ക്വിൻറ്റീനിയാസിന്, മറ്റൊരു ആശയം തോന്നിയത്. അതായത് ഈ സമയത്ത് ഇവളെ അറസ്റ്റ് ചെയ്ത് അവളെ ഭീഷണിപ്പെടുത്തിയാൽ അവൾ തൻ്റെ ആഗ്രഹത്തിന് വഴങ്ങും. അപ്പോൾ ചക്രവർത്തിയുടെ ഈ ഒരു ഉത്തരവ് അയാൾക്ക് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ അയാൾ ഈ സമയം അഗാധ ക്രിസ്ത്യാനിയാണെന്നറിയാം. അപ്പോൾ അവളെ പീഡിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ അതിനൊക്കെ വഴിയൊരുക്കി അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവളോട് റോമൻ ദൈവങ്ങളെ ആരാധിക്കാനും അവൾ വിശ്വസിക്കുന്ന ആ ഒരു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാനൊക്കെ ആയിട്ട് അവളോട് ആവശ്യപ്പെടുന്നു. പക്ഷേ അവൾ വളരെ ധീരതയോടുകൂടി തന്നെ അവൾ പറയുന്നുണ്ട്. അവളുടെ ഒരു നിലപാട് അവൾ അയാളോട് വ്യക്തമാക്കുന്നുണ്ട്. അതായത് താൻ തൻ്റെ വിശ്വാസം ഉപേക്ഷിക്കുന്നില്ല, എന്ത് പറഞ്ഞാലും താൻ ഇതിൽ തന്നെ തുടരുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ വീണ്ടും അതോടൊപ്പം തന്നെ അയാളുടെ ആഗ്രഹത്തിന് വഴങ്ങുവാനായിട്ട് ഇവളെ നിർബന്ധിക്കുന്നുമുണ്ട്. പക്ഷെ അവൾ ഇതിനൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവൾക്ക് തൻ്റെ വിശ്വാസവും തൻ്റെ ഒരു ധാർമ്മികത, തൻ്റെ മൊറാലിറ്റിയെക്കുറിച്ചൊക്കെ അവൾക്ക് നല്ലൊരു വ്യക്തത ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വളരെ ബോൾഡായിട്ട് നിന്നുകൊണ്ട് തന്നെ അതിനെല്ലാം എതിർക്കുന്നുണ്ട്. അങ്ങനെ ഇവൾ ഒരു തരത്തിലും തൻ്റെ ആ ഒരു ഇഷ്ടത്തിന് വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അവളെ കുറച്ചുകൂടി പീഡിപ്പിക്കുവാനായിട്ട് ഇയാൾ നിശ്ചയിക്കുകയാണ്. അങ്ങനെ അവളെ വന്യജീവികളെ കൊണ്ട് കടുപ്പിക്കാനായിട്ട്, ഉപദ്രവിപ്പിക്കുവാനായിട്ട് ഉള്ള ആണ് ആദ്യത്തെ പരിശ്രമം. അപ്പോൾ അതിൽ ഒന്നും സംഭവിക്കുന്നില്ല. രണ്ടാമത്തായിട്ട് ആ സമയത്ത് അവൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കുന്നുണ്ട്. അവൾക്ക് യാതൊരു കുഴപ്പവും പറ്റാതെ അവൾ വളരെ സുരക്ഷിതയായി തന്നെ തിരിച്ചു വരുന്നു. അപ്പോൾ അതിലൊന്നും അവൾക്ക് സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ അടുത്ത പീഡനത്തിലേക്ക് കടക്കുകയാണ്. അതായത് തീ കത്തിച്ച് അതിലേക്ക് അവളെ ഇടുവാനായിട്ട്, അങ്ങനെ അവളെ പീഡിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിൽ. പക്ഷെ ആ സമയത്തും അവൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണം അവൾക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അയാളുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീ എന്നെ വന്യജീവികളെ കൊണ്ട് ഉപദ്രവിപ്പിക്കാൻ നോക്കിയാൽ ദൈവം എന്നെ അവിടെ സംരക്ഷിക്കും. നീ എന്നെ തീയിൽ ഇടുകയാണെങ്കിൽ അവിടെയും ദൈവത്തിൻ്റെ മാലാഖമാർ
മഞ്ഞ് കൊണ്ട് എന്നെ പൊതിയുമെന്ന് പറഞ്ഞ് അയാളോട് പറയുന്നുണ്ട്. അങ്ങനെ കർത്താവ് ഈ അനുഭവത്തിലൂടെയെല്ലാം വ്യക്തമാക്കുന്നുണ്ട് അവളുടെ ശുദ്ധതയ്ക്ക് ദൈവം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ള കാര്യം. അവളുടെ വിശ്വസ്തതയ്ക്കും ശുദ്ധതയ്ക്കും ദൈവം നൽകിയ പ്രത്യുത്തരമായിരുന്നു അവൾക്ക് ഏൽക്കേണ്ടിയിരുന്ന ആ പീഡനങ്ങളിലൊക്കെ ദൈവം നൽകിയ ആ ഒരു ദൈവികമായ സംരക്ഷണം എന്നുള്ളത്. അങ്ങനെ അഗാധ തൻ്റെ ആ ഒരു വിശ്വാസം വളരെ ധീരതയോടുകൂടി തന്നെ അയാളുടെയും മറ്റുള്ളവരുടെ മുന്നിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ഓരോരോ അനുഭവത്തിലും അവൾ വളരെ ധീരതയോടുകൂടി തന്നെ അതിലെല്ലാം അത് പിടിച്ചു നിൽക്കുകയും അതിനെയൊക്കെ മറികടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റെ പദ്ധതികളൊന്നും നടപ്പിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ക്വിൻറ്റീനിയസിന് അടുത്ത ഒരു ആശയം തോന്നി. അദ്ദേഹം ഇവളെ വേശ്യാലയത്തിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വേശ്യാലയത്തിലെ ആ ഒരു മോശം ജീവിതമൊക്കെ കാണുമ്പോൾ അതിൽ ഏതിലെങ്കിലും ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പിന്നെ തൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വരാമെന്നുള്ള ഒരു തോന്നൽ അയാൾക്കുണ്ടായി. അങ്ങനെ അവളെ നിർബന്ധിച്ച് ഇയാൾ കൊണ്ടുപോയി ഒരു വേശ്യാലയത്തിൽ അവളെ അടയ്ക്കുകയാണ്. അവിടെ ആയിരുന്നപ്പോഴും വളരെ അവൾക്ക് പ്രയാസകരമായിട്ടുള്ള അനുഭവങ്ങൾ അവളുടെ ലൈഫിൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതിലെല്ലാം അവൾ വളരെ ധീരതയോടുകൂടി തന്നെ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അവൾ അതിലൊന്നും വീണില്ല. അവളുടെ ശുദ്ധതയ്ക്ക് കളങ്കം വരാവുന്ന എല്ലാ സാഹചര്യങ്ങളും അവൾക്ക് ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തെല്ലാം പ്രത്യേകമായ ദൈവിക സംരക്ഷണം അഗാധയ്ക്ക് ലഭിച്ചു. അവൾ അതിനെല്ലാം മറികടന്നു. അവൾ അതിലൊന്നും വീഴാതെ പിടിച്ചില്ല. ഒരു കന്യകയ്ക്ക് എത്രയോ ഏതെല്ലാം വിധത്തിൽ വീണു പോകാമോ അങ്ങനെ അത്തരം സാഹചര്യങ്ങളെല്ലാം അവൾക്ക് അവിടെ കൺമുന്നിൽ കാണുവാനായിട്ട് സാധിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുതൽ അവൾക്ക് അവിടെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ വേശ്യാലയത്തിൽ അവളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അവളുടെ മനസ്സ് മാറും എന്നുള്ള ആ ഒരു ഐഡിയ അവിടെ നടക്കാതെ പോവുകയാണ്. പിന്നീടാണ് അടുത്ത അവളെ വീണ്ടും ജയിലിൽ അടയ്ക്കാനും അവളെ കൂടുതൽ പീഡിപ്പിക്കുവാനൊക്കെ ആയിട്ട് ഇയാൾ നിശ്ചയിക്കുന്നത്. അയാൾ വീണ്ടും വിവാഹ അഭ്യർത്ഥന നടത്തുന്നുണ്ടെങ്കിലും അവൾ വീണ്ടും അതെല്ലാം നിരസിക്കുന്നുണ്ട്. യാതൊരു കാരണവശാലും ഒട്ടും ഇയാൾക്ക് കീഴ്വഴങ്ങില്ല എന്ന് അവൾ മനസ്സിൽ ദൃഢനിശ്ചയം എടുത്തിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് അവളെ കൊണ്ടുവരുന്നത് ഒരു വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് അവളെ കിടത്തി അവളുടെ ദേഹമെല്ലാം ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് അവളുടെ എല്ലാം വരഞ്ഞ് മുറിക്കാനായിട്ട് തുടങ്ങി. അതിലും അത്രയേറെ വേദന സഹിക്കുമ്പോൾ പോലും അഗാധ ഒരിക്കലും തൻ്റെ ആ ഒരു വിശ്വാസം ത്യജിക്കുകയോ അല്ലെങ്കിൽ തൻ്റെ ആ ഒരു ശുദ്ധതയ്ക്ക് കളങ്കം വരുത്തുന്ന ഒരു പ്രവൃത്തി ചെയ്യുകയോ ചെയ്തില്ല. പിന്നെ അടുത്തതായിട്ട് തീപ്പന്തങ്ങൾ കൊളുത്തിക്കൊണ്ട് അവളുടെ ദേഹത്തെല്ലാം പൊള്ളലേൽപ്പിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അവിടെയും അവൾ ഇതുപോലെ തന്നെ അവൾ അതെല്ലാം മറികടക്കുകയുണ്ടായി. അവസാനമായിട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് നമ്മൾക്ക് ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് പറയാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറമായിട്ട് വളരെയേറെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അഗാധയ്ക്ക് ആ ഒരു സമയം അവൾക്ക് ഏൽക്കേണ്ടി വന്നു. അതിന് തൊട്ട് മുമ്പായിട്ട് അവൾക്ക് ചാട്ടവാറടികൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. നിരവധി തവണ അവളെ ചാട്ടകൾ കൊണ്ട് അടിച്ച് മുറിപ്പെടുത്തുവാനും അവളെ വേദനിപ്പിക്കുവാനൊക്കെ ആയിട്ട് അവർ പരിശ്രമിച്ചു. വീണ്ടും അവൾ വിവാഹ അഭ്യർത്ഥന നിരസിച്ചു എന്ന് കണ്ടപ്പോഴാണ് അവളെ ഏറ്റവും ക്രൂരമായ ഒരു പീഡനത്തിലൂടെ അവളെ കടത്തിക്കൊണ്ടു പോകാമെന്ന് ക്വിൻറ്റീനിയസ് നിശ്ചയിക്കുന്നത്. അതിപ്രകാരമായിരുന്നു. അയാൾ ഇവളുടെ സ്ഥലങ്ങൾ പിഞ്ചറുകൾ ഉപയോഗിച്ച് ചതച്ച് അത് മുറിച്ചു കളയുവാനായിട്ട് ഉത്തരവിടുകയാണ്. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അത് വേദനാജനകമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്യുന്ന സ്ത്രീകളെ ഇതുപോലെ സ്ഥലങ്ങളിൽ തൂക്കി നിർത്തുന്ന അങ്ങനത്തെ ആചാരങ്ങളൊക്കെ അങ്ങനത്തെ പീഡനമുറകളൊക്കെ അന്ന് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു. പക്ഷേ നമ്മുടെ ഏറ്റവും നിഷ്കളങ്കയായ വിശുദ്ധയാണ് ഇന്ന് ഇത്തരത്തിൽ അല്ലെങ്കിൽ ഇതിന് സമാനമായ രീതിയിൽ ഒരു പീഡനത്തിലൂടെ കടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ ഈ ഒരു ഉത്തരവ് കേട്ടപ്പോൾ അവൾ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീയും ആദ്യം നിന്നെ മുലയൂട്ടിയതും ഇതുപോലെ നിൻ്റെ അമ്മയുടെ സ്ഥലങ്ങളല്ലേ, നിനക്ക് ഇപ്രകാരം ചെയ്യുവാനായിട്ട് എങ്ങനെ മനസ്സ് വരുന്നു എന്ന് പറഞ്ഞ് അവൾ
വളരെ ഹൃദയഭേദകമായ രീതിയിൽ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, നീചനായ ആ മനുഷ്യനോട് ചോദിക്കുന്നു. അങ്ങനെ അവളുടെ സ്ഥാനങ്ങൾ ഇതുപോലെ ചതച്ച് മുറിച്ച് മാറ്റപ്പെടുകയാണ്. അത്രയേറെ വേദന അവൾക്ക് സഹിക്കേണ്ടി വന്നെങ്കിൽ പോലും അവൾ തൻ്റെ വിശ്വാസം കൈവെടിയുകയോ അല്ലെങ്കിൽ തൻ്റെ അയാളുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് തൻ്റെ ശുദ്ധതയ്ക്ക് കളങ്കം വരുത്തുകയോ ചെയ്തില്ല. പിന്നെ അവളെ ജയിലിൽ അടയ്ക്കാനായിട്ട് അയാൾ ആവശ്യപ്പെടുകയാണ്. പക്ഷേ ജയിലിലായിരിക്കുമ്പോൾ അയാൾ പ്രത്യേകം പറഞ്ഞു അവൾക്ക് യാതൊരു കാരണവശാലും അവളുടെ മുറിവുകൾ, അവളുടെ നെഞ്ചിലെ മുറിവുകളിൽ മരുന്നിടുകയോ അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം കൊടുക്കുകയോ പോലും ചെയ്യരുതെന്ന് പറഞ്ഞു. അത്രയേറെ ക്രൂരമായ രീതിയിൽ അവളെ പീഡിപ്പിക്കുവാനായിട്ട് അയാൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ സമയത്ത് ആ ജയിലിലൊരു വലിയൊരു അത്ഭുതം നടക്കുകയാണ്. അവൾ ആ ജയിലിലായിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദർശനം കാണുന്നു. വിശുദ്ധ പത്രോസ്ലീഹയുടെ വലിയൊരു പ്രകാശമാണ് അവിടെ വരുന്നത്. അതിനുശേഷം പത്രോസ്ലീഹമായിട്ടുള്ള ആ ഒരു ദർശനത്തിൻ്റെ വേളയിൽ ഇവളുടെ സ്ഥാനങ്ങൾ പഴയതുപോലെ തന്നെ തിരികെ ലഭിക്കുകയും അവൾക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവം എത്രമാത്രം തനിക്കായിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു കന്യകയെ എത്രത്തോളം ദൈവം വിലമതിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു അഗാധയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൾക്കൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അവൾക്ക് ഇത്രയധികം പീഡനങ്ങൾ ഏൽപ്പിച്ചിട്ട് പോലും അവൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇത് ക്വിന്റീനിയസിനെ കുറച്ചുകൂടി പ്രകോപിപ്പിച്ചു. അയാൾ ഇനി ഇവളെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ എത്തി. അയാൾ ഇനി അടുത്തൊരു ഉത്തരവ് പുറപ്പെടുവിച്ചില്ലായിരുന്നെങ്കിൽ കൂടിയും ഒരു സ്ഥാനങ്ങൾ മുറിക്കപ്പെട്ട സ്ത്രീ ഒരുപക്ഷെ രക്തം മാറുന്ന, ഒരുപക്ഷെ ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ അവൾ ജയിലിൽ കിടന്ന് മരണപ്പെട്ടു പോയിരുന്നേക്കാം. പക്ഷേ ഈ സമയത്ത് ദൈവത്തിൻ്റെ ആ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് അവൾക്ക് പൂർണ്ണമായ സൗഖ്യം ആ സമയം അവൾക്ക് ലഭിക്കുക. അങ്ങനെ അവൾക്ക് വീണ്ടും യാതൊരു പ്രശ്നവും വന്നില്ല, അവൾ സൗഖ്യപ്പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവളെ വിടാതെ വീണ്ടും ജയിലിൽ അടയ്ക്കാനായിട്ട് പിന്നെ കൂടുതൽ പീഡനങ്ങൾ ഏൽപ്പിക്കുവാനൊക്കെ ആയിട്ട് ക്വിന്റീനിയസ് ആവശ്യപ്പെടുന്നു. പക്ഷേ അഗാധയ്ക്ക് മനസ്സുകൊണ്ട് കർത്താവിലേക്ക് എത്തിച്ചേരണമെന്നായിരുന്നു. അവൾക്ക് ഏകദേശം തമ്പുരാൻ എത്രത്തോളം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും കർത്താവിൽ എത്തിച്ചേരുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ സമയം ജയിലിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇനി എന്നെ അങ്ങയുടെ അടുക്കലേക്ക് വിളിക്കണമേ എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നു. അവൾ ഈ പ്രാർത്ഥന നടത്തുന്നതിന് മുമ്പായിട്ട് അവൾക്ക് മറ്റൊരു പീഡനം അവൾക്ക് ഏൽക്കേണ്ടി വരുന്നുണ്ട്. അവളുടെ സ്ഥലങ്ങൾ പഴയതുപോലെ രൂപം പ്രാപിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ക്വിന്റീനിയസ് പിന്നെ അടുത്ത സ്റ്റേജ് അവൾക്കുള്ള പീഡനം ഇപ്രകാരമായിരുന്നു. കത്തുന്ന തീയിലേക്ക് അവളെ വലിച്ചിഴച്ചുകൊണ്ട് പോവുക, അവളെ അവിടെ ആ തീയിലിട്ട് കൊല്ലുക എന്നുള്ളത്. അങ്ങനെ ഇവളെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രകൃതിയിൽ അസാധാരണ സംഭവങ്ങളൊക്കെ നടക്കുവാനായിട്ട് തുടങ്ങി. അവിടെ ഭൂകമ്പമുണ്ടായി, കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. അങ്ങനെ എല്ലാവരും ക്വിന്റീനിയസിനെ കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അതായത് ഇവൻ്റെ നീചമായ പ്രവൃത്തി കാരണം, ഇയാളുടെ നീചമായ പ്രവൃത്തികൾ കാരണമാണ് ഇതുപോലെ പ്രകൃതി പോലും ഇത്രയും നിഷ്കളങ്കയായ ഒരു യുവതിക്കെതിരെയുള്ള കന്യകയ്ക്കെതിരെയുള്ള പീഡനങ്ങൾക്ക് അത് പ്രതികരിക്കുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവളെ പിന്നീടാണ് അവളെ തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ജയിലിൽ കിടക്കുമ്പോഴാണ് അവൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ അങ്ങയുടെ അടുക്കലേക്ക് വിളിക്കണമെന്ന്. അങ്ങനെ കർത്താവ് അവളെ തൻ്റെ സ്വർഗീയ ഭവനത്തിലേക്ക് ചേർക്കുന്നു. ഫെബ്രുവരി 5-ാം തീയതിയാണ് വിശുദ്ധ അഗാധയുടെ ഫീസ്റ്റ് ദിനം, തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ശുദ്ധതയുടെയും വിശുദ്ധിയുടെയും ഒക്കെ ഒരു പര്യായമാണ് വിശുദ്ധ അഗാധ എന്ന് പറയുന്നത്. അഗാധയുടെ മാധ്യസ്ഥ്യം യാചിച്ചത് പ്രത്യേകമായിട്ട് അഗാധ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളവരുടെ മാധ്യസ്ഥയാണ്. അതിൻ്റെയൊക്കെ പേട്രൺ സീനാണ് അഗാധ. അഗാധയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അവൾ എത്രത്തോളം തൻ്റെ ശുദ്ധത നിലനിർത്തുവാനായിട്ട് എത്രത്തോളം അതിനുവേണ്ടി വില കൊടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൻ്റെ ക്രിസ്തീയ വിശ്വാസം നിലനിർത്താൻ വേണ്ടി അതിനുള്ള അവൾ കാണിച്ച ഒരു ധീരത, തൻ്റെ ശരീരം എത്രത്തോളം പീഡിപ്പിക്കപ്പെട്ടു എന്നിരുന്നാൽ കൂടിയും അതൊന്നും വകവയ്ക്കാതെ തൻ്റെ ആ ഒരു ഫോക്കസ് ക്രിസ്തുവിൽ തന്നെ അവൾ കേന്ദ്രീകരിച്ചു. തൻ്റെ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അവൾ തൻ്റെ ജീവിതം നയിച്ചതും അത് ഇന്നും എല്ലാവരും അനുസ്മരിക്കുന്നതും.
വിശുദ്ധ അഗാധയുടെ ജീവിതം നമുക്കും മാതൃകയാക്കാം. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അനേകം തെറ്റായ പ്രവണതകൾ, വിശുദ്ധിക്കെതിരായ ഒത്തിരി പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലെല്ലാം നമ്മൾക്ക് നമ്മുടെ വിശുദ്ധി കീപ്പപ്പ് ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. വിശുദ്ധ അഗാധ ഹീലിങ്ങിൻ്റെയും പ്രൊട്ടക്ഷൻ്റെയും മധ്യസ്ഥ കൂടിയാണ്. വിശുദ്ധ അഗാധയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മഹാവിശുദ്ധരാകാനും മഹാപാപികളാകാനും ഉള്ള എല്ലാ സാധ്യതകളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അതിൽ നന്മ തിരഞ്ഞെടുക്കുവാനും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുവാനുമായിട്ടുള്ള ആ ഒരു ധീരത, നമ്മളുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനുള്ള ആ ഒരു ധൈര്യവും തീക്ഷ്ണതയും ഒക്കെ നമുക്കും വിശുദ്ധ അഗാധയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കാം. അപ്രകാരം ജീവിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം.